എല്ലാവരും കേട്ടുകൊള്ളുവേ, നിന്റെ പാപത്തിന്റെ കടച്ചീട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ക്രൂസിൽ തറച്ചു കളഞ്ഞതാണ്. നമ്മുടെ പാപത്തിന്റെ ചങ്ങലയിൽ അടയ്ക്കപ്പെട്ട പിശാചിന്റെ സർവാധിപത്യം, അവന്റെ സർവായുധ വർഗം 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂസിൽ വെച്ച് തകർത്ത് കളഞ്ഞതാണ്. ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ പിശാചി വിറയ്ക്കുന്നുള്ളൂ. ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ സാത്താൻ തകർന്നു പോയിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റെല്ലാം ഒരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് സാത്താനെ ജയിക്കാൻ കഴിയത്തില്ല. സാത്താനെ ജയിക്കുന്ന ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമാകുന്നു. അവൻ കാൽവറി ക്രൂസിൽ മരിക്കുമ്പോൾ സാത്താന്റെ അധികാരങ്ങളെ സർവായുധവർഗം വയ്പ്പിച്ച് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തിരികെ വാങ്ങി സാത്താനെ തന്റെ കാൽ കീഴിൽ അമർത്തിക്കളഞ്ഞ ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമാകുന്നു. ആ യേശുക്രിസ്തുവിന്റെ നാമം നിങ്ങൾ ധരിക്കാൻ തയ്യാറുണ്ടോ? ആ യേശുക്രിസ്തുവിന്റെ നാമം നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് എന്താണ് മരണഭീതി മാറിപ്പോകും. നിങ്ങൾക്ക് എന്താണ് പൈശാചിക ഭയം വിട്ടുപോകും. നിങ്ങൾ അധ്വാനിക്കുന്ന ഫലം നിങ്ങൾ തന്നെ തിന്നും. പ്രിയപ്പെട്ടവരെ, പാപ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. കാരണം നമ്മളെപ്പോലുള്ള പാപികളെ രക്ഷിപ്പാൻ അത്രേ അവൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നത്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടു? ആ ക്രൂസിനെ ഞാൻ വരച്ചു കാണിച്ചു. ആ ക്രൂസിൽ അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അല്ലയോ ദേശമേ, യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. ആകാശമണ്ഡങ്ങൾ വ്യാപരിക്കുന്ന, മലകളിലും പൊടികളിലും വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ കോട്ടകളുമേ നിങ്ങൾ വിറച്ചുകൊള്ളുവിന്. ഇതാ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് സർവ്വസൈന്യാധിപതിയായിട്ട് ഇറങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. അന്ന് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നീക്കം ചെയ്ത് അവനെ അഗാധ രൂപത്തിൽ മുദ്ര വെച്ച് അവനുള്ള ജനത്തെ വീണ്ടെടുക്കാനായിട്ട് അവൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ദൈവത്തിനുള്ളവരായിട്ട് യേശുക്രിസ്തുള്ളവരായിട്ട് ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ സകല പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിച്ച് ദൈവത്തിനുള്ളവനായിട്ട് തീരും. ആകിയാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടു? യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണ്ടു? നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം. അയ്യോ, പള്ളിയിൽ അച്ഛനായാലും നിങ്ങൾ മാനസാന്തരപ്പെട്ടേ പറ്റൂ. ആ പള്ളിയിലെ തിരുമേനി ആയാലും നീ മാനസാന്തരപ്പെട്ടേ പറ്റൂ. അതെ, എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടണം. എന്ന് വെച്ചാൽ ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും എല്ലാം നിങ്ങൾ വിട്ടുകളഞ്ഞ് യേശുക്രിസ്തുവിനെ നിങ്ങൾ ഏക രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കണം. ഇവൻ എന്റെ രക്ഷകനാണ്, ഇവൻ എന്റെ ദൈവമാണ്, ഇവനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ നമസ്കരിക്കത്തില്ല. അതെ, ആത്മാവിന്റെ സത്യത്തിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. അതെ, യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കിയെങ്കിലും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് അവനിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണെങ്കിൽ അതേ ശക്തി നിങ്ങൾക്ക് തരാമെന്ന്. നീ വിലയേറിയവനാ, ദൈവത്തിന് നീ വിലയേറിയവനാ, ദൈവത്തിന് നീ സ്വന്തം, ദൈവത്തിന് നിന്റെ ഒത്തിരി ഇഷ്ടമാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സർവ്വലോകത്തെക്കാൾ ഉപരി ദൈവം നിങ്ങളുടെ ഓരോരുത്തരെയും വ്യക്തികളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ നിരാശ പോകുമായിരുന്നു. ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ലെന്നുള്ള ചിന്ത പോകുമായിരുന്നു. നിങ്ങൾ ഊണിലും ഉറക്കത്തിലും യാത്രയിലും എല്ലാം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിയുന്ന ഈ സർവ്വശക്തിയുള്ള ദൈവം, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനമോ ഒഴിഞ്ഞു പോകത്തില്ല.